ഹായ് ഹലോ എല്ലാവർക്കും സൺഷൈൻ ടൈൽസിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ ഒരു എന്തുട്ടാ പറയാ ഒരു എന്തുട്ടാ പേര് പറയണേ, ഈവനിങ് റൂട്ടീൻ ആഫ്റ്റർ വർക്ക് അല്ലേ, അങ്ങനെയാന്ന് തോന്നുന്നു. ആ ഒരു സംഭവം ചെയ്യാന്ന് വിചാരിച്ചു. ആദ്യമായിട്ടാണ് ഈ സംഭവം ചെയ്യാൻ പോണത്. നമുക്ക് അറിയാവുന്ന പോലെ അങ്ങോട്ട് ചെയ്യാം കേട്ടോ. ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പം pizza കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. So he is having that and he was here before me. I asked him to make tea but he hasn't done that yet. Any comments? No. Almost ready. ഞാൻ വെറുതെ പറഞ്ഞാട്ടോ. He made the tea already. ടീ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കും കേട്ടോ. ചായ ഉണ്ടാക്കാൻ he is the best. പക്ഷെ കോഫി ഉണ്ടാക്കാൻ I am the best. Super tea, that's why it takes time. Well, you should say that I make the best coffee. No, I do make the best coffee. I ask you to make coffee when I'm lazy. No. So my tea master is making that tea. The final round, final prep. 5 minutes. 5 minutes. 5 minutes. ഞാൻ ഇതിനു മുമ്പത്തെ 2-3 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ചായ കുടിക്കുമ്പോൾ അതിന്റെ കൂടെ സ്നാക്സ് ഇല്ലാണ്ട് ചായ അങ്ങോട്ട് ഇറങ്ങൂല. അതുകൊണ്ട് ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിച്ചറും നമ്മുടെ ലഡുവും കൂടി ഇങ്ങനെ പൊടിച്ചിട്ടിട്ട് കഴിക്കാൻ പോവാട്ടോ. പിന്നെ ഗുഡ് ഡേ ബിസ്ക്കറ്റും അതിൽ ചോക്ലേറ്റ് ചിപ്പ് ഉള്ളത്. അപ്പൊ നമുക്ക് അതും കൂടെ കഴിക്കാൻ. ഇനി കുറച്ചും കൂടി ഉള്ളൂ ഗുഡ് ഡേ. ഞാൻ തിന്ന് തീർത്തു അത്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ മിച്ചർ. പക്ഷെ ദൈവം സഹായിച്ചു ഇതുവരെ അത് ചീത്തയായിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ അത് കാറി പോകൂലേ, വെളിച്ചെണ്ണയിലല്ലേ ഉണ്ടാക്കണം, അപ്പൊ വേറൊരു ടേസ്റ്റ് വരൂലേ. പക്ഷെ അതൊന്നും വന്നിട്ടില്ല കേട്ടോ ഇതുവരേക്കും. തണുപ്പായതുകൊണ്ടാന്ന് തോന്നുന്നു. എന്തായാലും ചീത്തയായിട്ടില്ല. എന്റെ ലഡു മിച്ചറുത് ഇങ്ങനെയാട്ടോ. ഗുഡ് ഡേ. ഞങ്ങക്ക് 2 പേർക്കുണ്ടല്ലോ ഈ പണ്ട് സോണിയില് CID വരുമായിരുന്നു. ഈ CID ഇൻസ്പെക്ടർ പ്രദ്യുമൻ, ദയ അഭിജിത്ത്, അത് കണ്ടോണ്ടിരിക്കട്ടോ ഞങ്ങൾ. ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. സോ വി ആർ ജസ്റ്റ് വാച്ചിങ് ദിസ് വൺ. ACP പ്രദ്യുമൻ. അതെ, ഇത്ര നേരം കുത്തിയിരുന്ന് ഞങ്ങള് CID കൊണ്ടോണ്ടിരിക്കുന്നു കേട്ടോ. കുറച്ചൊന്നല്ല, ഒരു 2 മണിക്കൂർ. അത് കഴിഞ്ഞപ്പോ ഞങ്ങക്ക് ലാലേട്ടൻ ചിക്കൻ ഇല്ലേ, മറ്റേ അധികം മസാലകളൊന്നും ഇല്ലാത്ത ആ സംഭവം, ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നത്, അത് കഴിക്കണം എന്നൊരാഗ്രഹം. അപ്പൊ അത് എന്റെ ഭർത്തു കുഞ്ഞുള്ളി മുഴുവനും നന്നാക്കി ഇടിച്ച് ചതച്ച് തരിക കേട്ടോ. പാവ ഇരുന്ന് കുറെ നേരം കരഞ്ഞു. ചക്കറക്കുട്ടനാണ്, ഇങ്ങോട്ട് നോക്കിയേ. എന്നെ ചീത്ത പറഞ്ഞ കേട്ടോ അത്. അല്ല, ഞാൻ he said that was strictly for filming purpose, okay? That was not what it's called, not serious chala. Yeah, that was not serious, no. No. Need your helper. You chef, need helper. Okay na? No, that's it. ലാലേട്ടൻ ചിക്കനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്റെ മൈക്കും അവിടെ കൂട്ടത്തിലിരിക്കുന്നുണ്ട്. ഇത് ഞാൻ കോവയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിട്ട് റെഡിയാക്കിയതാണ്. കോവയ്ക്ക് ഉപ്പേരി ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, കോവയ്ക്ക് ഉപ്പേരി കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, കോവയ്ക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൈസ് മുझसे पूछा, എന്നോട് ചോദിച്ചു നമ്മുടെ ലാലേട്ടന്റെ മുഴുവൻ പേരെന്താണ്. അപ്പൊ മോഹൻലാൽ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവൻ പറയാനേ ഇവന്റെ പേര് ജഗ്മോഹൻ എന്നാണ്. സോ മലയാളം മൂവിയില് we need new Mohan. Yeah, now you need Jagmohan. Mohanlal's old now. He needs क्या बोलते हैं उसको, मूवी में रोल. हाँ. Yeah.
ആക്കിയ ആക്കിയ ഇതിനെ കൊണ്ടു ആക്കിയ ഇത് കട്ട് ചെയ്ത് ഞാനോ പക്ഷെ ഈ മുമ്പ് കട്ടിയാണ് തലേ കട്ട് ചെയ്ത് ഞാനോ ഇത് കട്ട് ചെയ്ത് ഞാനോ ഓ ആയാ കട്ട് ഓ ഇവിടെ ഉണ്ടല്ലോ തേങ്ങ ഞാൻ വാങ്ങാറുള്ളത് ഇതാട്ടോ തേങ്ങ ഫ്രഷ് ഫ്രോസൺ grated coconut. Then how is it fresh if it's frozen? When it was but before it got frozen it was fresh. ഇതുപോലെ Snow. but that's too big നമുക്ക് അത്ര വലുത് വേണ്ട बंद करके रखोगे जरूर बनता has to cook under steam to under steam okay appo കോവയ്ക്ക ആയിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഈ ചിക്കന്റെ പരിപാടിയിലേക്ക് പോവാം നമുക്ക് മീൻസ് ലെറ്റ്സ് ഗോ us चलो चलो what चलो चलो ചോ या बीजे നമ്മുടെ ഉണ്ടല്ലോ ഈ ഇടികല്ലില്ലേ അത് ഇത്രയും കുഞ്ഞിതാ ഉള്ളത് അതുകൊണ്ട് ഇതിന്റെ അകത്ത് ചതയ്ക്കാൻ ഭയങ്കര പാടാ എന്നാലും ഞാൻ ചതച്ചെടുത്തു പക്ഷെ ഇത് പച്ചമുളക് മാത്രമായതുകൊണ്ട് കണ്ണിലേക്ക് നല്ലോണം തുറക്കും മര്യാദക്ക് ആയിട്ടില്ല അതിന്റെ വിത്ത് മുഴുവനും പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് നല്ല കുഴപ്പമില്ല നമുക്കുള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഇപ്രാവശ്യം ഉണ്ടല്ലോ ഞാൻ വലിയ വലിയ വെളിച്ചെണ്ണ മേടിച്ചു വലിയ കുപ്പി 1.5 കിലോന്റെ 1.5 ലിറ്റർ നമ്മുടെ ചീനച്ചട്ടിയില് കുഞ്ഞുള്ളിയും പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കടുകും തേങ്ങയും നല്ല തേങ്ങയില്ല കരിവേപ്പില ഒക്കെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ കിടന്ന് മൂക്കണതിന്റെ സ്മെല്ലാണ് വീട് മുഴുവനും ഞാൻ എക്സോസ്റ്റ് ഫാൻ ഓൺ ചെയ്തില്ല കാരണം ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒച്ച കേൾക്കില്ല അതിന്റെ ഒച്ച ഭയങ്കരമായിട്ട് കേൾക്കും അതുകൊണ്ട് ഞാൻ അത് ഓൺ ചെയ്തില്ല അപ്പൊ അത് നടക്കുന്നതിന്റെ ഇടയിൽ എന്റെ ഭർത്തു ഡൂയിങ് ഭർത്തു പാത്രം കഴുകുക കേട്ടോ യു വാഷിംഗ് ദ ഡിഷസ് ഐ സൈഡ് എന്നതില് കണ്ടിട്ട് ഗുണ്ടുമണി ആയ മാതിരി ഉണ്ടല്ലോ വെരി ഗുഡ് മണി അതെങ്ങനെ ലീവ് കിട്ടുമ്പോ മുഴുവൻ ലഡും മിച്ചറും കണ്ടതും കാണാത്തതൊക്കെ തിന്നാ പിന്നെ വണ്ണം വെക്കേണ്ടിരിക്കും പക്ഷെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്നാക്കൊക്കെ തീരണ്ടേ അത് തിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വണ്ണം കുറയ്ക്കാം നിലവില് നല്ല കുഴപ്പമൊന്നുമില്ല ഞാൻ സുന്ദരി തന്നെയാ സുന്ദരി anyhow but good money സുന്ദരി നമുക്ക് സുന്ദരിയായിട്ട് ഇരുന്നാ പോരെ ഗുണ്ടുമണി അയലെന്താ അല്ലെങ്കിൽ എന്താ നമ്മുടെ കോവയ്ക്ക റെഡിയായി ചിക്കനും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചോറ് ഓൾറെഡി ഉണ്ട് ഇപ്പൊ ഇന്ന് സാമ്പാർ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട് അപ്പൊ ചോറും സാമ്പാറും കോവയ്ക്ക് ഉപ്പേരിയും ലാലേട്ടന്റെ ചിക്കൻ കൂട്ടിയിട്ടാണ് ഇന്നത്തെ ചോറ് രാത്രി യൂഷ്വലി ചോറുണ്ടാറില്ല കേട്ടോ ചപ്പാത്തിയാണ് പക്ഷെ ഇതിന്റെ കൂടെ ചോറ് തന്നെയാണ് നല്ലത് എനിക്ക് സാമ്പാറും കോവയ്ക്ക് ഉപ്പേരിയും കൂട്ടി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഇന്ന് രാത്രി ചോറ് തന്നെയാണ് കുഴപ്പമില്ല എന്നങ്ങോട്ട് വിചാരിച്ചു വണ്ണം വെച്ചാൽ വെക്കട്ടെ സാരില്ല ചിക്കൻ റെഡിയായി നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നല്ലോണം റോസ്റ്റ് ചെയ്യുന്നത് നല്ലോണം റോസ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് സോ I asked him for a taste test. good. Yeah. He said Very good. yeah. Which one should it try? Any. Is it roasted enough? Mm-hmm. Very good. Mohanlal chicken? Very good. Not Mohanlal. Don't call him Mohanlal. He is our Lalitan. I'm Lalitan too. You don't have Lal in your name. Oh. Yeah. I'm Jagatan. Shut up. Yeah. Suskus. शाबाश. Thank you. ऐसे ही मेहनत करते रहो बहुत आगे जाओगे. शाबाश. മൈക്ക് വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഇപ്പൊ മൈക്ക് ഓൺ ആക്കിയതാ എന്നാലും തൽക്കാലം നമുക്ക് മൈക്കിനെ ഇവിടെ വെക്കാം
ഒറ്റ ഒരു പപ്പടം ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് ഹാഫ് ആക്കാന്നാ വിചാരിച്ച, പക്ഷെ ഇത് ഹാഫ് ആയിട്ട് എനിക്ക് തോന്നണില്ല. You want തൈര്? You don't want? കുറച്ചേ ഉള്ളൂ കേട്ടോ തൈര്. That's our plate. Yay. Like it? Wonderful. Thank you. Except now, this is the most powerful IS ever. And I'm in a CT5B. The last manual transmission supercharged. Uppe enough, huh? 668 horsepower. Very good. Rear-wheel drive. Engine auto as well. But Mark Twain said, you risk here's your step. അവൻ രണ്ടാമത്തെ പ്രാവശ്യം എടുക്കുക കേട്ടോ. ഭയങ്കര നന്നായിട്ടുണ്ടെന്നാ പറഞ്ഞത്. നല്ലോണം എൻജോയ് ചെയ്ത് കഴിക്കണ കണ്ടപ്പോ തന്നെ നമുക്ക് സന്തോഷാണല്ലോ. നമ്മള് പാത്രമൊക്കെ കഴുകി തീർക്കുക കേട്ടോ. എല്ലാം എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞു. സോ വി ആർ ജസ്റ്റ് വാഷിംഗ് ഡിഷസ്. You can have this. He's having that chocolate by himself. Yeah. Because you don't like white chocolate. I do. സിപ്ലോക്ക് റീയൂസബിൾ ആട്ടോ. സോ ഞാനിത് എപ്പോഴും കഴുകി തന്നെയാണ് എടുക്കാറുള്ളത്. You need my moral scope. Physical support. How? We've been waiting for so long. We've been waiting for this time to begin. We ain't getting any older. I kinda feel a little younger. Run away and embrace the day. अच्छा लगेगा. माइक लगाओ. लगे हो या ना लगाओ, वो एक्शन तो आ ही जाएगा. कट करना पड़ेगा तुम्हें और क्या. मैं क्यों करूँ? मैं नहीं करता. ഇനി നമുക്കൊരു കുഞ്ഞു ഒരു സ്കിൻ കെയർ. കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. ഒരു ചെറിയൊരു ടോണർ, എസൻസ്, മോയ്സ്ചറൈസർ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഒരു ലിപ് ബാം. ഇത് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ടോറിഡൻ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. യൂഷ്വലി വിൻ്ററിൽ ഫുള്ള് എൻ്റെ ലിപ്സ് ഡ്രൈ ആയിട്ടുണ്ടല്ലോ, പൊട്ടും. പക്ഷെ ഇപ്രാവശ്യത്തെ വിൻ്ററിൽ എന്നെ രക്ഷിച്ചായിട്ടത്. എല്ലാവരും അവസാനം കേട്ടോ ലിപ് ബാം ഇടുക സ്കിൻ കെയറിൻ്റെ. ഞാൻ ആദ്യം തന്നെ ഇടും. ഇത് ഹൈലറോണിക് ആസിഡാണ്. ടോണർ ഇസിൻ ട്രീ. ഇതൊക്കെ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ളതാട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ടൊരു സംഭവം ഞാൻ ആ സമയത്ത് തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീണ്ടും വീണ്ടും കാണിച്ച് ബോറടിപ്പിക്കണ്ടല്ലോ.
അതുകൊണ്ടാട്ടോ. ഇത് പ്യൂരിറ്റോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. മൈറ്റി ബാംബു പാന്തനോൾ ക്രീം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ വിൻ്റർ സമയത്ത് കുറച്ച് ജെല്ലി ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ജെൽ മോയ്സ്ചറൈസർ അല്ലേ, അതുപോലെയല്ല. ഇത് ഫാർ ഫാർ ബെറ്ററാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു. പക്ഷേ ഈ വാഷ്റൂമിലെ ലൈറ്റ് ഉണ്ടല്ലോ, മഞ്ഞപ്പുള്ള ഒരു സംഭവമായതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് അറിയണില്ല. എൻ്റെ മുഖം ഇങ്ങനെ തിളങ്ങി നിൽക്കണു, കഴുത്തിലാണെങ്കിൽ ഒന്നും കാണുന്നില്ല. അപ്പോൾ പക്ഷെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ, കഴുത്തിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോഴും എപ്പോഴും മുഖത്ത് എന്ത് ചെയ്യണോ അത് കഴുത്തിലും കൂടെ ചെയ്യുക. കൈയും നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുക. അപ്പോൾ കഴിഞ്ഞു നമ്മുടെ കുഞ്ഞ് സ്കിൻ കെയർ. ഇത്രയേ ഉള്ളൂ. എല്ലാ ദിവസവും ഇത് തന്നെ ചെയ്യാറും. എല്ലാ ദിവസവും ഇത് ചെയ്തിട്ടേ കിടന്ന് ഉറങ്ങാറുള്ളൂ. വിൻ്റർ അല്ലേ, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിപ്പോവും സ്കിന്ന്. അപ്പം നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി എന്താ, ഇനി കാര്യമായിട്ട് വേറെ പരിപാടിയൊന്നുമില്ല. കുറച്ച് നേരം ഫോൺ തോണ്ടും, കിടന്നുറങ്ങും. നാളെ രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകും. കിടക്കുന്നതിന് മുമ്പ് നമുക്ക് എപ്പോഴും ഉള്ളതാട്ടോ ഈ ഒരു കുഞ്ഞു പ്രയർ റൂട്ടീൻ. അത്ര അധികം നേരമൊന്നും ഉണ്ടാവില്ല, 5 മിനിറ്റ് പോലും തികച്ചുണ്ടാവില്ല. എന്നാലും കിടക്കുന്നതിന് മുമ്പ് നമുക്ക് നല്ലൊരു ദിവസം തന്നതിന് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് കിടക്കുന്നത് എപ്പോഴും നല്ലതാണല്ലോ. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത ആഴ്ച നമുക്ക് വേറൊരു വ്ലോഗായിട്ട് കാണാം. വെൽ സീ യു.